സമരം ഈ സമരം ജീവിത സമരം തോറ്റിട്ടില്ല ജീവിത സമരം തോറ്റിട്ടില്ല ജീവിത സമരം തോറ്റിട്ടില്ല ജീവിത സമരം തോറ്റിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല തോൽപ്പിക്കാനായാവുകയില്ല 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 കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ നടപ്പിലാക്കൂ അവകാശങ്ങൾ നടപ്പിലാക്കൂ അവകാശങ്ങൾ നടപ്പിലാക്കൂ അവകാശങ്ങൾ നടപ്പിലാക്കൂ അവകാശങ്ങൾ തന്നേ തീരൂ 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 ഈ സമരം അന്നേ തീരൂ ഈ സമരം അന്നേ തീരൂ ഈ സമരം അന്നേ തീരൂ ഈ സമരം സമരം ജീവിത സമരം ഈ സമരം ജീവിത സമരം ഈ സമരം ജീവിത സമരം ഈ സമരം ജീവിത സമരം ജീവിത സമരം തോറ്റിട്ടില്ല ജീവിത സമരം തോറ്റിട്ടില്ല ഇങ്ങോട്ട് പൈസക്ക് അവിടെ അല്ലെങ്കിൽ അവിടെ ഷെയ്ഡാണ് അപ്പോൾ ഷെയ്ഡാണ് അങ്ങോട്ട് ചെയ്യാം ഇങ്ങോട്ട് വെക്ക് ക്യാമറ വെക്കുക അവിടെ എനിക്കതില്ല പൈസ വേണ്ട തിരിച്ചടിക്കും കട്ടായം തിരിച്ചടിക്കും കട്ടായം
ഞാൻ വർഷങ്ങളായിട്ട് പ്രിന്റ് മീഡിയ രംഗത്ത് വിവിധ പത്രങ്ങളുടെ റിപ്പോർട്ടറായിട്ട് പ്രവർത്തിക്കുന്നു. ഇവരൊക്കെ യൂട്യൂബേഴ്സ്, ഓൺലൈൻ ചാനലുകാരാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ പൊതുസമൂഹത്തിൽ നടക്കുന്ന ജനകീയ വിഷയങ്ങൾ വാർത്തയാക്കലാണ് ഞങ്ങളുടെ മുഖ്യ തൊഴിലെന്ന് പറയാൻ പറ്റില്ല, ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള സഹോദരിമാർ പലതരത്തിൽ ഈ സമൂഹത്തിലും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെയുള്ള സഹോദരന്മാരാണ്. അപ്പോൾ അവരുടെ ഒരു വികാരം ഞാൻ മാനിക്കുന്നു, ഞങ്ങൾ മാനിക്കുന്നു. അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയ 1500, 1250, 2000 രൂപ വരെ മേടിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒരു ദിവസം പെർ ഡേ 1000 രൂപ കിട്ടിയാൽ പോലും 30,000 രൂപ കിട്ടണ്ടേ? ഒരു പ്രതിബദ്ധത ഞങ്ങൾ എല്ലാ കാര്യത്തിലും കാണിക്കുന്നു. ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ അംഗങ്ങളും ആ ഒരു പ്രതിബദ്ധത പുലർത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി ഞങ്ങൾ ഇതിന് മെനക്കെട്ട് ഉണ്ട്. അപ്പോൾ ശരി, സപ്പോർട്ട് തരാൻ വന്നിട്ടുള്ളത് ഞങ്ങളത്. എങ്കിലും അവർ നിങ്ങളോട് കാണിക്കുന്ന അനീതി അത് ജനമനസ്സുകളിൽ എത്തിക്കാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും അത് ജനമനസ്സുകളിൽ എത്തിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. അങ്കമാലി ന്യൂസ് ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞങ്ങളൊരു സംഘടനയാണ്. 10-17 പേര് ബേസിക് മെമ്പർഷിപ്പ് ഉള്ളവരാണ്. ഈ ദിവസങ്ങളിലൊക്കെ സാധാരണ റിപ്പോർട്ടേഴ്സ് ഭയക്കുന്ന ഒരു ഏരിയ ആണിത്. നേഴ്സും സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാമെന്ന് വിചാരിച്ചത്. മലയോര ഗ്രാമമായ ഈ അങ്കമാലി, ചാലക്കുടി, ആലുവ, പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും നേഴ്സിംഗ് പഠിച്ച് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്യുന്നവർ കൂടുതൽ. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. കേരളത്തിൽ കഴിയുന്ന എല്ലാ ന്യൂസ് കവറേജും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഞങ്ങൾ പരിപൂർണമായി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നിങ്ങളോട് സഹകരിക്കുമെന്ന്, അതിനൊപ്പം നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ക്ലബിന് വേണ്ടി ഞാൻ ജസ്റ്റ് മാത്രം. സ്റ്റാഫ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ സർജിക്കൽ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മീഡിയ വഴി നാട്ടുകാരോടും താങ്ക്സ് പറയുന്നു. ഇന്ന് ഞങ്ങളുടെ സമരം തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസമാണ്. ഞങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിൽ തന്നെ ഈ നാട്ടുകാർ നല്ല സപ്പോർട്ട് തരുന്നതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അങ്കമാലിക്കാർ അതുപോലെയുള്ള ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഉള്ള എല്ലാവരും തന്നെ ഞങ്ങളുടെ കൂടെ വന്നു, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതിലുപരി ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് ന്യായമായ കാര്യം, ബേസിക് സാലറി 40,000. അത് ഞങ്ങളുടെ ജോലി അപേക്ഷിച്ച് ഒരു കൂടുതലായ ഒരു വേതനമല്ല. മറ്റുള്ളവരെ കൂട്ട് ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് ജീവിക്കാനും ഞങ്ങളുടെ കുട്ടികളെ വളർത്താനും ഞങ്ങളുടെ കാര്യങ്ങൾ നേടാനും മാത്രമുള്ള ഒരു 40,000 നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊട്ടും അധികമല്ല എന്നാണ് ഞങ്ങളുടെ ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാ നഴ്സസിൻ്റെ അഭിപ്രായം. ഞങ്ങളിപ്പോൾ ഇവിടെ സമരത്തിൻ്റെ 4ാം ദിവസമാണ്. ഞങ്ങൾ കേരളത്തിലെമ്പാടുള്ള നഴ്സുമാർ നിൽക്കുന്ന അതേ ആവശ്യം തന്നെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്, ന്യായമായ ശമ്പളം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊണ്ട പോയിരിക്കാം, മുദ്രാവാക്യം വിളിച്ചിട്ട്, അതുകൊണ്ടാണ് സൗണ്ട് കുറവായി പോയത്. ഇപ്പോൾ 4ാമത്തെ ദിവസമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന ഈ വില വർധനവിൻ്റെ ഈ കാലത്ത് ഞങ്ങൾക്ക് തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. 5, 8, 10 ലക്ഷം കൊടുത്ത് നഴ്സിംഗ് പഠിച്ച് ഞങ്ങൾക്ക് തുച്ഛമായ ശമ്പളം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ലോൺ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അതൊക്കെ മീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കറിയാം കത്തുന്ന വെയിലിൽ ഈ സമരം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ എങ്കിൽ പോലും അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യാനുള്ള കാരണം ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഞങ്ങളോട് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു, പക്ഷേ ചർച്ച പരാജയമായിപ്പോയി. അപ്പോൾ ഇനിയും മാനേജ്മെൻറ്റ് ഞങ്ങളോട് സഹകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ സമരമുഖത്തിരിക്കുന്നത്. ജയ് ജയ്